ഹായ് ഗൈസ്, ഇന്ന് നമുക്കൊരു സിമ്പിൾ എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നോക്കാം. ഇതൊരു 3 പേർക്കുള്ള ക്വാണ്ടിറ്റിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3 മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് സ്റ്റഫ് ചെയ്യാനുള്ളതാണ്. അത് നന്നായിട്ട് ഉടച്ച ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സവാള ചേർത്ത് കൊടുക്കാം. അതിന് കൂടി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 2 നുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന 3 ടേബിൾ സ്പൂൺ മയണൈസ് ആണ്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇൻസ്റ്റൻറ്റ് മയണൈസ് അവൈലബിൾ ആണ്. ഏത് മയണൈസ് വേണമെങ്കിൽ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ സ്റ്റഫ് ചെയ്യാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബ്രെഡ് എടുക്കാം. ഇനി ഈ ബ്രെഡിൻ്റെ സൈഡ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ മിക്സ് അതിലേക്ക് സ്റ്റഫ് ചെയ്യാം. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് ബട്ടർ തേച്ചിട്ട് 2 സൈഡും ഒരു 30 സെക്കൻഡ്സ് ലോ ഫ്ലെയിമിൽ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഭയങ്കര സിമ്പിളാണ്, അതേപോലെ നല്ല ടേസ്റ്റിയാണ് ഈ സാൻഡ്വിച്ച്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.